അപ്പം ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ നെക്സ്റ്റ് ഡേ ആട്ടോ. ഈ നെക്സ്റ്റ് ഡേയിലും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ പകൽ സമയങ്ങളിൽ എവിടെയും ഇറങ്ങിയിട്ടില്ല. എല്ലാ സമയത്തും നമ്മൾ വൈകുന്നേരമാണ് പുറത്തേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്തത്. കാരണം ഇതും ഈ ദിവസവും രാവിലെ പറഞ്ഞ മാതിരി നോർമൽ തിങ്, ഇതിപ്പോൾ ഒരു നോർമൽ കാര്യമായി 2-3 ദിവസം ആയതുകൊണ്ട്. രാവിലെ എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, കുറച്ച് നേരം അകത്ത് തന്നെ സ്പെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു 4 മണി 4:30 അന്ന് ഫസ്റ്റ് ഡേ പോയ മാതിരി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ അന്ന് പോയത് നമ്മളെ ഈ പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉള്ളൊരു ഏരിയയിലോട്ടാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഫുൾ കുരങ്ങന്മാരായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ ഫോണും പിന്നെ ക്യാമറേൻ്റെ ബാഗും എല്ലാം ഉള്ളതുകൊണ്ട് ഇവർ ഈ അത്രയും കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ ഓടി ഓടി കളിക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി. കാരണം അഥവാ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാനവിടെ ഉരുണ്ടിട്ട് വീഴും. കാരണം അത്രയും ഒരു കയറ്റവും ഇറക്കമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ നമുക്ക് നടക്കാൻ തന്നെ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കണമല്ലോ, കുരങ്ങന്മാർ വരുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കണം, വേഗം ഇവിടെ നിന്ന് പോകാമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ടീ പ്ലാന്റേഷൻ കണ്ടു. പിന്നെ ഊട്ടിയിൽ വന്നപ്പോൾ ഒരു ടീ പ്ലാന്റേഷനെങ്കിലും കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് പോയത്. അതും അതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ദിവസം ഞങ്ങൾ ആക്ച്വലി ഒരു ക്യാബ് എടുത്തിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളെ വണ്ടി ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വണ്ടി വെച്ചിട്ട് നമ്മളൊരു ക്യാബ് എടുത്തിട്ടായിരുന്നു പോയിരുന്നത്. അപ്പം അതും നമ്മൾ ഈ റിസോർട്ടിൽ ചോദിച്ചിട്ട് അവർ തന്നെ ഏർപ്പാടാക്കി തന്ന കേട്ടോ. അങ്ങനെ അതെത്രയോ ഒരു എനിക്ക് തോന്നുന്നു എത്രയോ ഒരു സമയത്തേക്ക് 1500 അങ്ങനെ എന്തോ ഒരു പൈസയായിരുന്നു. 1500 2000 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ എന്തോ ഒരു പൈസയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷൂട്ടിംഗ് പോയിന്റിൽ പോയി. അതും നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. കുറച്ച് കയറ്റം ഇങ്ങനെ കയറാനുണ്ട്. അപ്പം അത് കുറച്ച് കയറി എത്തിക്കഴിഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലത്തേക്കാണ് എത്തുക. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഇതുമാതിരി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കാരണം നമ്മൾ ഇത്രയും ദിവസമായിട്ട് അങ്ങനെ ഊട്ടി ചോക്ലേറ്റും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. കാരണം നെക്സ്റ്റ് ഡേ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു ചോക്ലേറ്റിൻ്റെ ഷോപ്പിലെത്തി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഹണിയും വാങ്ങിച്ചു. കാരണം ഓർഗാനിക് ഹണി അവിടെയൊക്കെ ഫേമസ് ആണല്ലോ. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് തന്നെ കുറച്ചധികം ടൈപ്പ് വാങ്ങി. കാരണം മറ്റേ ആളുള്ളതുകൊണ്ട് അവൾ ഇങ്ങനെ ഓരോന്നും കാണുമ്പോൾ ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് എല്ലാം ഒരുവിധം കുറേ സാധനങ്ങൾ വാങ്ങിപ്പിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് ഹണിയും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. പിന്നെയും നമ്മളവിടെ എത്തി ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഡിന്നറും എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ആയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ നമ്മളെ വീട്ടിലോട്ട് മടങ്ങി, ബാംഗ്ലൂരോട്ട്. അപ്പം ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. ആക്ച്വലി നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. കാരണം 2-3 ദിവസം ശരിക്കും ഒരു 2 ഡേക്കൊക്കെ പോയി വരേണ്ട സ്ഥലത്തേക്ക് നമ്മളൊരു 4 ഡേയ്സ് ഒക്കെ എടുത്ത് പോയതുകൊണ്ട് നമ്മളിങ്ങനെ ഭയങ്കര റിലാക്സ് ചെയ്ത് കാമായിട്ടൊക്കെ ആയിരുന്നു ഇതായത്. കാരണം ഊട്ടിയിൽ നമുക്കറിയാം അധികം ഒരുപാട് ദിവസം നിന്നിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷേ നമ്മളിങ്ങനെ ഓരോ എന്താ പറയുക വലിയ തിടുക്കപ്പെട്ട് അല്ല ഒന്നും ചെയ്യാത്തതിനുകൊണ്ട് ഭയങ്കര കൂളായിട്ടായിരുന്നു പോയത് ആ ദിവസങ്ങൾ. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വെതറായിരുന്നു. എല്ലാം അടിപൊളിയായി. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് ഇവിടെ തീർന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഈ പറഞ്ഞ കുറേ ആനേനെയും മാനിനെയും എല്ലാം കണ്ടു. അങ്ങനെയൊക്കെയാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ആക്ച്വലി ഞങ്ങൾ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലീവ് എടുത്തിട്ടില്ലായിരുന്നു അന്ന്. ഹാഫ് ഡേ മാത്രമേ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും വർക്ക് ചെയ്യാൻ തുടങ്ങി ആ ഒരു ദിവസം. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞി ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പം അടുത്ത ഞങ്ങൾ ഒരു ട്രിപ്പും കൂടെ പോകുന്നുണ്ട് ഇപ്പം അടുത്ത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാം.